എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. രാഹുൽ ഈശ്വറിന് ഇന്നൊരു പക്ഷേ കുരുക്കായി തീരാൻ സാധ്യതയുള്ള ദൃശ്യങ്ങൾ. രാഹുൽ ഈശ്വർ അറസ്റ്റിൽ വിധേയമാകുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് അയാൾ കാണിച്ചൊരു അതിബുദ്ധി കാണാം. അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്റെ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ഇറങ്ങി. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. രാഹുൽ ഈശ്വർ പോലീസുകാർ ചോദിച്ചു ആ ലാപ്ടോപ്പൊക്കെ എവിടെ? അപ്പോൾ രാഹുൽ ഈശ്വർ ലാപ്ടോപ്പൊക്കെ അവിടെ ടെക്നോ പാർക്കിൽ ഓഫീസിലിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അയാൾ വീട്ടിനുള്ളിൽ കയറി ലാപ്ടോപ്പൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നത് അങ്ങ് ലൈവ് ഇടുകയല്ല ചെയ്ത് അയാൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു എന്നെ 8 മണിക്ക് ശേഷം കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് തന്നെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വാചകം ഞാനിതെടുത്തൊന്ന് മാറ്റട്ടെ എന്നാണ്. അതായത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അയാൾ തെളിവ് നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ആ തെളിവ് നശിപ്പിച്ച കാര്യം റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നത് വളരെ കൗതുകരമായ കാര്യമാണ്. സത്യസന്ധനാണ് കേട്ടു യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ. ആലോചിച്ച് നോക്കി, ഇന്നിപ്പോൾ കോടതിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനമാണ് ഈ പറയുന്ന ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓഫീസിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി കതവൊക്കെ അടച്ചിട്ട് ഇത് വീട്ടിനുള്ളിൽ ഞാനൊന്ന് എടുത്തു മാറ്റട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലോചിച്ചു, ഇതാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വരെ കൊണ്ട് പോവുകയാണ്. ആശുപത്രിയിൽ പോയതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. പോലീസുകാർ കൊടുക്കുന്നത് ഇത് തന്നെയല്ലേ? ഇയാളെ പുറത്ത് വിട്ടാൽ ഇയാൾ ഈ ലാപ്ടോപ്പും സാധനങ്ങളും എടുത്ത് മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഈ ജാമ്യം പോകുമല്ലോ. വല്ല കാര്യം ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വരെ? അതിബുദ്ധി കാണിച്ചതാണ്. കംപ്ലീറ്റ് സാധനങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് കൂടിയൊക്കെ ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പം രാഹുൽ ഈശ്വർ അഭിഭാഷകൻ കൂടി ആണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എന്തായാലും അങ്ങനെ ആ വഴിക്ക് പോട്ടെ. രാഹുൽ ഈശ്വർ ഇപ്പോൾ നമുക്കിപ്പം ഹരിയുണ്ട്. ഹരി, ഇതാണ് സംഭവം. നേരത്തെ ഹരി പറഞ്ഞ ആ ദൃശ്യമാണ് നമ്മൾ കാണിച്ചത്. തെളിവ് സഹിതമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ എടുത്തും മാറ്റട്ടെ എന്ന്. അപ്പോൾ ഇതടക്കം ഇതിപ്പോൾ പോലീസ് അവിടെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. പക്ഷേ പോലീസിന് ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. വീണ്ടും എന്തോ പറയുന്നുണ്ട് രാഹുൽ. വളരെ ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഈ രാഹുൽ ഈശ്വരൻ, രാഹുൽ മാങ്കൂട്ടത്തിലൊരു പ്രത്യേകത ഏത് സാഹചര്യങ്ങൾ വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ വളരെ സ്മൈലിംഗ് ഫേസോടു കൂടിയാണ് രാഹുൽ ഈശ്വർ പോകുന്നത്. എന്തോ മറുപടി പറഞ്ഞു ഹരി. ആ മറുപടി നമ്മൾ കേട്ടില്ല ഈ സമയത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അയാളൊരു മണ്ടത്തരം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ജാമ്യം കിട്ടിയേക്കാം. ജാമ്യം കിട്ടിയാൽ അതൊരു തെറ്റായ സന്ദേശം കൊടുക്കും. ജാമ്യം കിട്ടിയാൽ അത് സന്ദീപ് വാര്യർക്കും രഞ്ജിത പുള്ളിക്കനും അടക്കമുള്ളവർക്ക് ഒരു ആത്മവിശ്വാസം കിട്ടും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ കാര്യവും കഷ്ടത്തിലാവും, അല്ലേ ഹരി? തീർച്ചയായിട്ടും വരുൺ, ഇപ്പോൾ അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വർ നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ കൈയൊക്കെ വീശിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. അതായത് ഈ പോലീസ് വാഹനത്തിൽ ഇരിക്കുമ്പോഴും അത് ആസ്വദിക്കുകയാണ്. പക്ഷെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സത്യസന്ധത എന്ന് പറയുന്നത് അതൊരു കുരുക്കായി തന്നെ മാറും എന്നുള്ളതാണ്. കാരണം ആ വീഡിയോയിൽ ഒരുപാട് സത്യസന്ധത കാണിച്ച് അത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം എന്നുള്ള നിലയിൽ ഡിജിറ്റൽ തെളിവായിട്ട് തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കാര്യം തന്നെയാണ് ഒരുപക്ഷെ
രാഹുലിന് കുരുക്കായി മാറുക. അതുകൊണ്ട് ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പ്രതികൾ അവരിലേക്ക് കൂടി അന്വേഷണം അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലേക്ക് കൂടി പോകും പോലീസ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നമുക്ക് ഒരു സ്ഥിരീകരിക്കാത്ത ഒരു വിവരം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ ഇന്ന് ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും എന്നുള്ളതാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പ്രതികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇതിന്റെ തമാശ എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പേരിന് മുന്നിൽ രാഹുലുണ്ട്. ഇത് ആരുടെ പേരാണെന്നുള്ളത് നമ്മളിത് പറയേണ്ടി വരും. പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ താൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കും. രാഹുൽ ഈശ്വർ ആണെങ്കിലോ താൻ ചെയ്യുന്ന അബദ്ധങ്ങളെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കും. ഈ വ്യത്യാസം മാത്രമാണ് ഇവർ തമ്മിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടതൊരു ചുവന്ന പോളോ കാറിലാണ് എന്ന് പറയപ്പെടുന്നു. ആ ചുവന്ന പോളോ കാർ ആരുടേതാണ് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. പോലീസിൻ്റെ ഒരു സംശയം അതൊരു നടിയുടേതാണോ എന്നാണ്.